2014 വേൾഡ് കപ്പിന് ശേഷം ജർമ്മനിക്ക് ഒരു നല്ല ഒരു വേൾഡ് കപ്പ് കാലം ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അത് 18 ആയിക്കോട്ടെ 22 ആയിക്കോട്ടെ, വീണ്ടും പ്രീ ക്വാർട്ടർ പോലും എത്താതെ ജർമ്മനി പുറം പോവുകയാണ്. ജർമ്മനിയുടെ ഒരു വീഴ്ച എങ്ങനെയാണ്? അതിൽ താരസമ്പന്നത കൊണ്ടൊക്കെ നിറഞ്ഞ ടീം തന്നെയാണ് ജർമ്മനി പറഞ്ഞു വരാം. ജർമ്മനിക്ക് പറ്റുന്നത് എന്താ വെച്ചാൽ ജർമ്മനിയുടെ ഒരു അതിന്റെ സൂചനകൾ നമുക്ക് പിന്നെ ഇക്വഡോറിനെതിരെ മത്സരത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അതിനു മുമ്പും കിട്ടിയിട്ടുണ്ട്. ഐവറി കോസ്റ്റിനെതിരെ മത്സരത്തിന് 2-1 ജയിക്കുന്നത്. ഇക്വഡോറിനെതിരെ 2-1 പരാജയപ്പെട്ടു. അപ്പം ഒരു എക്സ്ക്യൂസ് ആയിട്ട് പറഞ്ഞത് പ്രധാന താരങ്ങളെ ഒന്നും ഇറക്കിയില്ല എന്നുള്ള രീതിയിൽ. ജർമ്മനിക്ക് പറ്റിയൊരു സംഭവം, ജർമ്മനി എപ്പോഴും സിസ്റ്റത്തിൽ ഭയങ്കര ഒബ്സസ്ഡ് ആയ ഒരു ടീമാണ്. ഞങ്ങളുടെ സിസ്റ്റം, ആ സിസ്റ്റം അതിന് പറ്റിയ പ്ലേയേഴ്സ് ആ രീതിയിൽ ചിന്തിക്കുന്നത്. അപ്പൊ അത് ബ്രേക്ക് ചെയ്യാൻ തയ്യാറല്ല. അത് അവരിപ്പോ സ്പെയിനിന് പറ്റുന്ന പ്രശ്നമാണ്. നമ്മൾ സ്പെയിനെ കുറിച്ച് പറയുന്ന ഈ പാസിംഗ് എന്ന് പറഞ്ഞാൽ അവർക്കൊരു ഭ്രമമാണ്. പാസ് ചെയ്ത് കളിക്കാന്നില്ലേ, അവർക്ക് ആ ഒരു ഭ്രമം ശരിക്കും സിസ്റ്റം എന്ന് പറഞ്ഞ ഒരു സംവിധാനത്തിന്റെ അതിലേക്ക്. അപ്പൊ എന്താ വെച്ചാൽ വളരെ ക്രിയേറ്റീവ് ആയ, വളരെ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ഉള്ള പ്ലേയേഴ്സ് പോലും ഇതിലേക്ക് വരുമ്പോൾ, ഇപ്പം ഫ്ലോറിയൻ വിൽസനെ പോലുള്ള നല്ല പ്ലേയേഴ്സ് വരുമ്പോഴും ആ സിസ്റ്റത്തിനോട് അഡാപ്റ്റഡ് ആവും. അപ്പൊ ചില പ്ലേയേഴ്സിനെ നമ്മൾ അങ്ങനെ അഡാപ്റ്റഡ് ആക്കിയാലുള്ള പ്രശ്നം എന്താ വെച്ചാൽ അവരുടെ ക്രിയേറ്റിവിറ്റി ഇല്ലാതെയോ. അപ്പൊ ജർമ്മനിക്ക് എപ്പോഴും പറ്റുന്ന അതാ, ജർമ്മനി അവരുടെ ഒരു ഫുട്ബോൾ സിസ്റ്റം അതിൽ അവർ ഭയങ്കരമായിട്ട് ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ആ രീതിയിൽ, അപ്പൊ അതുകൊണ്ടാണ് അവർ ഒരു തരത്തിലുള്ള ഒരു എല്ലാം കളമൊരുക്കി പാസ് ചെയ്ത് വീണ്ടും പാസ് ചെയ്ത്, ഇപ്പം സ്പെയിനിലുള്ള അതേ പ്രശ്നം തന്നെയാണ്. അത് പാസ് ചെയ്ത് മർമ്മം നോക്കി അടിക്കാൻ നിന്ന് അത് നടക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അത് നമുക്ക് അതിന്റെ ഒരു വ്യത്യാസം കാണാൻ പറ്റുന്ന ഒരു ടീം ഫ്രാൻസാണ്. അപ്പൊ ഫ്രാൻസിൽ ദശാം ശരിക്കും പറഞ്ഞാൽ വളരെ ഡിഫെൻസീവ് ആയ ഒരു കോച്ചാണ്. പക്ഷെ അദ്ദേഹം വളരെ അറ്റാക്ക് മൈൻഡഡ് ആയിട്ടുള്ള പ്ലേയേഴ്സിനെ ഒരിക്കലും അവരുടെ സ്വാതന്ത്ര്യത്തിൽ നിന്ന് മാറ്റാറ്. അപ്പം ഒലീസെ ഫ്രാൻസ് ടീമിൽ കളിക്കുന്നത് പൂർണ്ണ സ്വതന്ത്രനാണ്. ഒലീസയെ ഒരിക്കലും ദശാം ആ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുന്നില്ല. ഒലീസ ആ സിസ്റ്റത്തിന് വഴങ്ങാത്തൊരു പ്ലെയറാണ്. ഒലീസയുടെ ഒരു സ്വാതന്ത്ര്യത്തിനെ അതിലേക്ക് കൊണ്ടുവന്നിട്ട് നശിപ്പിക്കുക എന്നുള്ള ഒരു പാതകം ചെയ്യാത്തതുകൊണ്ടാണ് ഫ്രാൻസ് അത്ര അറ്റാക്കിംഗ് ത്രെറ്റുള്ള ഒരു ടീമായി മാറുന്നത്. അപ്പോൾ ഈ ജർമ്മനിക്ക് നാഗൽസ്മാനും ഇവർക്കും പറ്റുന്ന പ്രശ്നം അവരതിൽ ഭയങ്കര ഒബ്സസ്ഡാണ്. അപ്പോൾ സിസ്റ്റം, ഞങ്ങളുടെ സിസ്റ്റം അത് ഡെവലപ്പ് ചെയ്ത് ഒരു ട്രസ്റ്റ് ദി പ്രോസസ് എന്നൊക്കെ പറഞ്ഞാൽ ആ പ്രോസസ്സ് ഇങ്ങനെ വന്ന് ആ സിസ്റ്റമാണ് ലോകകപ്പ് ജയിക്കുന്നത്, അല്ലാതെ പ്ലേയേഴ്സ് അല്ല എന്നുള്ള രീതിയിലേക്ക് അവർക്ക് വരുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ പാരഗ്വായ്ക്കെതിരെ ശരിക്കും പറഞ്ഞാൽ ഒരു കേക്ക് വാക്കോ ആയിരിക്കും നമ്മൾ വിചാരിച്ചത്. വളരെ ഈസി ആയിട്ട്, കാരണം പാരഗ്വായ് ആദ്യ മത്സരത്തിൽ USA ഒക്കെ തകർന്നടിഞ്ഞ ടീമാണ്. പക്ഷേ അവർ പാരഗ്വായ് ലോകകപ്പിന് വരുമ്പോൾ തന്നെ നല്ല ഡിഫൻസ് കളിക്കാൻ പറ്റിയ, ലോ ബ്ലോക്കിന് പറ്റിയ ഒരു ടീമായിട്ടാണ് അറിയപ്പെട്ടത്. ലാറ്റിൻ അമേരിക്കൻ ടീം ഇപ്പോൾ കോപ്പ അമേരിക്കയിൽ പോലും തിളങ്ങാൻ കഴിയാത്ത ടീമുകളാണ് ഈ പാരഗ്വായ് എന്നുള്ള ടീമുകളൊക്കെ. അതിനോടൊക്കെയാണ് ജർമ്മനി പരാജയപ്പെടുന്നത് എന്ന് പറയുമ്പോൾ അത് വലിയ മിസ്റ്റേക്കുകൾ തന്നെയാണ്. ഇക്വഡോർ പിന്നെയും കുറച്ച് നല്ല ടീമാണ്. ഇക്വഡോർ അർജന്റീനക്ക് പരാഗ്വേ ഒരിക്കലും ഒരു ജർമ്മനി നമ്മൾ അവർക്ക് ആ ഒരു റൗണ്ട് ഓഫ് 32 ഒരു മാച്ചപ്പ് നോക്കുമ്പോൾ അതായിരുന്നു ഏറ്റവും നമുക്ക് ഈസിയസ്റ്റ് ആയിട്ടൊക്കെ തോന്നുന്നൊരു മത്സരം. ജർമ്മനി എന്തായാലും ജയിക്കും. നമ്മളെപ്പോഴും കാത്തിരുന്ന ജർമ്മനി ഫ്രാൻസ് മത്സരം വരും, 2-1 ടീം പുറത്താവും. ജർമ്മനി നേരത്തെ തന്നെ പുറത്തായി. അതാണ് സംഭവിച്ചത്.